ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളിയും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇന്ന് രാവിലത്തെ ചായം കടി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ കാര്യപ്പെട്ട് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവലുണ്ടായിരുന്നു, അവൽ കുഴച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാനുള്ള ഉള്ളിയൊക്കെ അത് വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ച് നടക്കുകയാണ് മക്കൾ. അപ്പം ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അത് ആ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു പച്ചക്കൂത്ത് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ തക്കാളി പിന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് നമ്മൾ തക്കാളിയും ഇതൊക്കെ അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അതുക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ. കുരുമുളക് കുറച്ചുള്ളതിന് അതുകൊണ്ട് കുറച്ച് മുളകും പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നാടൻ മഞ്ഞൾപ്പൊടി കേട്ടോ, അതുകൊണ്ട് 1/4 ടീസ്പൂണ് മതി. പിന്നെ ഇതാ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി അങ്ങനെ ഒരളവ് കണക്കൊന്നും ഞാൻ നോക്കില്ല, ഞാൻ കുറച്ചാണ് കോരിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും അത് പാകത്തിനായി വരലുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുരുമുളകും പൊടി കുറവായിരുന്നു എന്ന്. അപ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും ഇട്ടിട്ടില്ല കേട്ടോ, പച്ചമുളകും ഇല്ലേന്നു, അതുകൊണ്ടാണ് മുളക് ഇട്ട്. അല്ലെങ്കിൽ ഞാൻ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെ മുളകും പൊടി ഇട്ട് കൊടുക്കലൊന്നുമില്ല. പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ കൂടെയാണ് ചതക്കലാണ്. പിന്നെ കുരുമുളകും മാത്രം ഇട്ട് കൊടുക്കലുള്ളൂ കേട്ടോ. അങ്ങനെ അത് ആ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിച്ചപ്പും പുതിന അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ബിരിയാണി മസാല കേട്ടോ, ഒരു 2 സ്പൂണ് ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ തൈരും ഉണ്ട് കേട്ടോ, കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴുകി വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കും. അങ്ങനെ അതാ ഞാൻ ചിക്കനൊക്കെ ഒരു ബിരിയാണി ചെമ്പക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നെയ്ച്ചോറാക്കി വറ്റിച്ച് കാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും ഒഴിച്ചിട്ട് പട്ട ഏലക്ക ഗ്രാമ്പുമൊക്കെ ഇട്ട് പിന്നെ കുറച്ച് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മൾ അരി എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാകത്തിനുള്ള വേവായി കിട്ടുള്ളൂ. അങ്ങനെ അതാ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടപ്പോൾ കുറച്ചും കൂടി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ, അതിന് വേണ്ടി ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തിളക്കും കേട്ടോ. അങ്ങനെ അത് നമ്മൾ വെള്ളമൊക്കെ അവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകിയെടുത്ത അരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചോറൊക്കെ വെന്തപ്പം ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അടിച്ചൊരു തുടക്കാൻ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അത് മക്കൾ കളിയിലാണ്, നല്ല കളിയിലാണ്.
ഇപ്പോൾ അതാ സിറ്റൗട്ടേക്ക് വന്നപ്പോൾ കണ്ട 2 പെണ്ണുങ്ങൾ ഇവിടെ കൊത്തക്കല്ല് കളിച്ചാണേ. സ്കൂളില്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തെങ്കിലും പിത്തിനെയും കാട്ടിക്കൊണ്ട് ഉണ്ടാകും കേട്ടോ. വെറുതെ അടിച്ചേരി തുടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവരോട് പറഞ്ഞിട്ടും കാര്യമല്ല, ഓല് പിന്നെ അതേമാതിരി വരും. ഇപ്പം പിന്നെ ഞാൻ പറയലുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം എന്താ കാട്ടണം. അല്ലാതെ നമ്മൾ അടിച്ചു വരലും തുടക്കലും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പാണ്. മക്കളൊക്കെ കാത്തിരിക്കാണ് കേട്ടോ. മക്കൾ ബിരിയാണി ദമ്മിട്ടപ്പോൾ തന്നെ ചോദിക്കൽ തുടങ്ങിയിട്ടുണ്ട്, എപ്പോഴാണ് ബിരിയാണി ആകുക എന്ന്. അപ്പോൾ ആകുമ്പോൾ ഞാനടുത്ത് തരും, സബൂറായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോയതാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതാ ചോറ് പോയി കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ.